Welcome to Sunshine Creations. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു കീ ചെയിൻ പഠിപ്പിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു 21 ചെയിൻ ഇടാം. 21 ചെയിൻ. മുപ്പത് ചെയിനും ഇടാം. 20 ചെയിനേ ഞാൻ ഇടുന്നുള്ളൂ. നമുക്ക് അത്ര നീളം മതി. ഇപ്പം 21 ചെയിനാണ് ഇട്ടിരിക്കുന്നത്. മൂന്നാമത്തെ ചെയിനിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ ഒരു അടുത്ത സ്പേസിൽ ചെയ്യുക, ചെയിൻ സ്പേസിൽ ചെയ്യുക. ഒരു ചെയിൻ, ഡബിൾ ക്രോഷ്യ കഴിഞ്ഞു ഒരു ചെയിൻ, അത് കഴിഞ്ഞ് ഒരു സ്പ്ലിറ്റ് സ്റ്റിച്ചാണിത്. അത് കഴിഞ്ഞ് ഒരു ചെയിൻ. നെക്സ്റ്റ് അടുത്തതിൽ സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ ചെയ്യുക, എന്നിട്ട് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതെല്ലാം അതേ സ്പേസിലാണ്. ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, അത് കഴിഞ്ഞ് ഒരു ചെയിൻ കഴിഞ്ഞ് സ്പ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ചാണ്. അത് കഴിഞ്ഞ് ഒരു ചെയിൻ ഇടുക. അടുത്തതിൽ സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിന്, ഡബിൾ ക്രോഷ്യ, സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞ് ഒരു ചെയിൻ കഴിഞ്ഞ് ഡബിൾ ക്രോഷ്യ. ഞാനിതിൽ എഴുതി കൂടെ കാണിക്കാം, അപ്പോൾ എളുപ്പമായിരിക്കും. ഇത് എളുപ്പമുള്ളൊരു, നമുക്കിങ്ങനെ ചെയ്തു വരുമ്പോൾ ഇതിങ്ങനെ സ്പൈറൽ പോലെ ഒരു ലാവൻഡർ ഫ്ലവറായിട്ടാണ് ഞാൻ സങ്കല്പിക്കുന്നത്. അത് ലാവൻഡർ ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, ഒരു ഡബിൾ ക്രോഷ്യ, എല്ലാം കഴിഞ്ഞ് ഓരോ ചെയിൻ ഇടണം. സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ, ഡബിൾ ക്രോഷ്യ, സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ, ഡബിൾ ക്രോഷ്യ. ഒരു സ്പേസിൽ 2 സ്ലിപ്പ് സ്റ്റിച്ച് കാണും, നടുക്ക് ഡബിൾ ക്രോഷ്യ ആയിരിക്കും. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു പോയാൽ അതേപോലെ സ്പൈറലായിട്ട് തന്നെ വരും. അപ്പോൾ മനസ്സിലായല്ലോ, തുടക്കത്തിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, സ്ലിപ്പ് സ്റ്റിച്ച്, ഒരു ചെയിൻ, അടുത്തതിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച്, ഒരു ചെയിൻ, ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, അതേ സ്പേസിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. അടുത്തതാണ് അടുത്ത എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു സ്പേസിൽ 3 സ്റ്റിച്ച് കാണും, 2 സ്ലിപ്പ് സ്റ്റിച്ചും ഒരു ഡബിൾ ക്രോഷ്യയും. അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് അങ്ങ് വരെ ചെയ്യണം. നമുക്കൊരു 20 അല്ലെങ്കിൽ 19 ഇത് കിട്ടും. അത്രയും ചെയ്യുക. ഇപ്പോൾ കംപ്ലീറ്റായി. ഇനിയിപ്പോൾ അത് പിടിച്ചൊരു കെട്ട് കെട്ടി ഉറപ്പിച്ചവിടെ ഇരുത്തുക.
അടുത്തത് വേറൊരു കളർ ചെയ്യാം. ഒന്നിൽ ലൈറ്റ് പേർപ്പിൾ കളറോ, ഞാനിപ്പോൾ ഇവിടെ എടുത്തത് പിങ്കാണ്. പിങ്ക് ഇടാം, വൈറ്റ് ഇടാം, 2 കളർ ഇടുമ്പോൾ ഒരു ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഇതിൽ പച്ച ചെയ്യാനിട്ട് ഒരു 24 എണ്ണം ഞാൻ ഇടുന്നുണ്ട്. ചെയിൻ സ്റ്റിച്ച് അതിൽ ജോയിൻ ചെയ്തിട്ട് 30 ഇടാം. 30 ഇടുമ്പോൾ കീ ചെയിൻ ഒത്തിരി നീളമായിരിക്കും. ഞാൻ 24 ഇട്ടുള്ളൂ. 30 ഇടാം. അപ്പോൾ അതിൽ ആദ്യം ഇതിൽ കൊണ്ടുവന്ന് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് കൊണ്ടുവന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ടോപ്പ് മാറിപ്പോരുത്. ബോട്ടം ഇതാണ്, അടിവശം നമ്മൾ അവസാനം ചെയ്ത് കെട്ടിയത്, അതാണ് ബോട്ടം. അവിടെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ചെയിൻ ഒരു 24 ചെയിൻ ഇടുക. അപ്പോൾ 24 ഇട്ടിട്ട് അടുത്ത ചെയ്തത് പിങ്കാണ്. അപ്പോൾ അതിൽ കൊണ്ടുവന്ന് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കണം പച്ചനൂൽ. കറക്റ്റ് ആ സെൻറ്ററിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ചരിഞ്ഞു പോകും. അവിടെ കൊണ്ടുവന്ന് കെട്ടി ഉറപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മളത് കെട്ടി വെച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ സെൻറ്റർ എടുത്തിട്ട് കെട്ടണം. അത് നല്ലോണം ടൈറ്റാക്കി കെട്ടിയാൽ. ഇനി അത് ഇങ്ങനെ 2ആയിട്ട് മടക്കി സെൻറ്റർ എടുത്തിട്ട് ഒരു ലീഫ് ചെയ്ത് 1 2 ലീഫ് 2 ലീഫും ചെയ്യാം. അപ്പം ഞാനിത് 1 കാണിക്കുന്നുള്ളൂ. 2 വെച്ചാൽ ഭംഗിയായിരിക്കും. അപ്പോൾ ഞാൻ ലീഫ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് ഇതിൽ. അതുപോലെ ഒരു ലീഫ് ചെയ്ത് ഇതിൽ ജോയിൻ ചെയ്യണം. സൂചി വെച്ച് കെട്ടി അതിൽ ജോയിൻ ചെയ്യണം. ഉണ്ടോ? ഇങ്ങനെ അങ്ങ് ജോയിൻ ചെയ്താൽ മതി. ഒരു ലീഫും 2 ഫ്ലവറുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കീ ചെയിൻ. അപ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി കീ ചെയിൻ യോജിപ്പിച്ചാൽ മതി. അതിൻ്റെ റിങ് വെച്ചിട്ട് കീ ചെയിൻ അതിൻ്റെ അകത്തൂടെ കടത്തി അങ്ങിട്ടാൽ മതി. അതോടെ തീരും. പ്ലെയർ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഊരിങ്ങി പോരും. ബൈ. അടുത്ത ആഴ്ച കാണാം.